വീടുകൾ തോറും കയറിയിറങ്ങി കത്തുകൾ നൽകുന്ന ഒരു പോസ്റ്റ്മാനെയല്ല ഇവിടെ പരിചയപ്പെടുത്തുന്നത്. വളരെ വ്യത്യസ്തമായ രീതിയിൽ കത്തുകൾ ഉടമസ്ഥരിൽ എത്തിക്കുന്ന ഒരു പോസ്റ്റ് വുമണിനെയാണ്. വള്ളത്തിൽ സഞ്ചരിച്ചാണ് ആൻഡ്രിയ ബ്യൂണർ കത്തുകൾ എത്തിക്കുന്നത്. കത്തുകൾ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്താൻ എത്ര ദൂരം ഏതൊക്കെ മാർഗങ്ങളിൽ സഞ്ചരിക്കുന്നുണ്ടാകും? ചിലപ്പോൾ അത് റോഡ് മാർഗമാകാം, മറ്റു ചിലപ്പോൾ വ്യോമമാർഗമാകാം. ജർമ്മനിയിൽ കത്തുകൾ ഉടമസ്ഥരിൽ എത്തുന്നത് ബോട്ട് മാർഗമാണ്. ഏറ്റവും ചെലവ് കുറഞ്ഞതും വേഗത്തിലും എളുപ്പത്തിലും കത്തുകളും പാഴ്സലുകളും എത്തിക്കുന്നതിന് ഈ പരിസ്ഥിതി സൗഹാർദ്ദ മാർഗം സഹായിക്കുന്നുവെന്നാണ് ഇവർ പറയുന്നത്. ജർമ്മനിയിലെ ലെബനുവിലും ലഹദിലും പോസ്റ്റുകൾ എത്തിക്കുന്നത് ആൻഡ്രിയ ബ്യൂണർ എന്ന ഈ പോസ്റ്റ് വുമണാണ്. ദിവസവും 8 കിലോമീറ്റർ ദൂരം ഇവർ ഈ വള്ളത്തിൽ സഞ്ചരിക്കും. മസിൽ പവർ മാത്രമാണ് ആകെ വേണ്ടതെന്നാണ് ആൻഡ്രിയയുടെ അഭിപ്രായം. പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് ശുദ്ധവായു ശ്വസിച്ച് ജോലി ചെയ്യാൻ കഴിയുന്നത് വലിയ ഭാഗ്യമെന്നാണ് അവർ പറയുന്നത്. കാറ്റും മഴയും ഒന്നും ആൻഡ്രിയയുടെ ഊർജത്തെ ചോർത്തുന്നില്ല. ടൂറിസ്റ്റുകളെ ആകർഷിക്കാനുള്ള ചെപ്പടി വിദ്യയായും ഇതിനെ വ്യാഖ്യാനിക്കപ്പെടാം. എന്നാൽ അതിനേക്കാൾ ഉപരി ജർമ്മനിയിലെ പ്രത്യേകിച്ച് ലഹാദിലെ പ്രദേശങ്ങളിലെ ഫാം ഹൗസുകളിൽ റോഡ് മാർഗം എത്തിപ്പെടുക എന്നത് ഏറെ ബുദ്ധിമുട്ടാണ്. ഈ പ്രദേശങ്ങളിൽ ജലമാർഗത്തിലൂടെ വളരെ എളുപ്പം എത്തിച്ചേരാൻ കഴിയുമെന്നതാണ് ഇതിൻ്റെ മെച്ചം. വർഷത്തെ പഴക്കമുണ്ട് ഈ സമ്പ്രദായത്തിന്. കാലാവസ്ഥ അനുകൂലമാകണമെന്ന വലിയൊരു ന്യൂനതയും ഈ മാർഗത്തിനുണ്ട്. 600ഓളം എഴുത്തുകളും 40ഓളം പാഴ്സലുകളും ആൻഡ്രിയ അവരുടെ ഉടമസ്ഥരുടെ അടുക്കൽ ദിവസവും എത്തിക്കുന്നു. ബോട്ട് മാർഗം എഴുത്തുകൾ എത്തിക്കുന്ന ജർമ്മനിയിലെ ഏക പോസ്റ്റ് വുമണാണ് ആൻഡ്രിയ ബ്യൂണർ. പോസ്റ്റുകൾ എത്തിക്കുക മാത്രമല്ല, ചെറിയൊരു പോസ്റ്റ് ഓഫീസ് കൂടിയാണ് ആൻഡ്രിയയുടെ ബോട്ട്. പോസ്റ്റുകളും പാഴ്സലുകളും അയക്കുന്നതിനുമൊക്കെയുള്ള സംവിധാനവും ഈ ബോട്ടിലുണ്ട്.